ഹലോ, ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്തേക്ക് പോകാനുണ്ട്. നമ്മുടെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. വീക്കെൻഡ് അല്ല, വീക്ക് ഡേ ആണ്. എങ്കിലും നമുക്ക് പുറത്ത് പോയി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ വേഗം ധൃതിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ബട്ടർ ചിക്കൻ ഫോമിലുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ബോൺലെസ് പീസസാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പിന്നെ കസ്തൂരി മേത്തിയും അതുപോലെ തന്നെ എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ചൂട് ചായയും അതുപോലെ തന്നെ 2 വെള്ളയപ്പം. എനിക്ക് വെള്ളയപ്പം അപ്പം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്, ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് അപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പത്തിൻ്റെ മാവ് തീരുന്നതിനനുസരിച്ച് ഞാൻ എപ്പോഴും അരച്ചരച്ച് വെക്കും. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എല്ലാ കറികളുടെ കൂടെയും. ഇപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ ആണെങ്കിലും ശരി, ബീഫ്, മട്ടൻ, മുട്ടക്കറി, കടലക്കറി, കിഴങ്ങ് കറി, എല്ലാ കറിയുടെയും കൂടെ, ചമ്മന്തിയുടെ കൂടെ വരെ അപ്പം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ദിവസവും അപ്പം തന്നാലും കഴിക്കാൻ വലിയ മടിയൊന്നുമില്ല. അപ്പോൾ ഇക്കാക്ക് പുട്ട് കൊടുക്കുന്ന ദിവസങ്ങളിലും എനിക്ക് വേഗം 2 അപ്പം ചുട്ട് കഴിക്കലുണ്ട്. അപ്പോൾ എനിക്ക് അപ്പം എന്ന് പറയുന്നത് ഭയങ്കര, അതുകൊണ്ടാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ കൂടുതൽ ദിവസങ്ങളിലും അപ്പമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൂടുതൽ ദിവസങ്ങളിലും എടുക്കാറ്. കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് അപ്പം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറി, ഒരു സ്പെഷ്യൽ ചിക്കൻ ഡിഷാണ്. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് ഞാൻ അപ്പം കഴിക്കുകയാണ്. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ഏലക്കയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഗ്ലാസ് ചൂട് ചായയും അതൊക്കെ ചേർത്തിട്ട് കഴിക്കുകയാണ്. അപ്പം ഒരുപാട് നേരം ആസ്വദിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ ഒരു ടൈം ഇല്ല. നമ്മൾക്ക് പുറത്തേക്ക് പോകണം, നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിതാ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തെ ഇപ്പോഴത്തെ ദുബായിലെ വ്യൂ കണ്ടോ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ റോഡ് ഫുള്ള്, 2 സൈഡിലും റോഡ് ഫുള്ള് ഇതാണ് അവസ്ഥ. നമ്മുടെ യൂഫോബിയായും അതുപോലെ തന്നെ സീനിയായും അങ്ങനെ നമ്മുടെ ബന്ദി, ജമന്തി, ഈ വക ഫ്ലവേഴ്സൊക്കെ റോഡിൽ കംപ്ലീറ്റ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഞാൻ അതൊന്നും ജസ്റ്റ് ഒരുപാട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഈ റോഡിലൊക്കെ നല്ല ഒരു മാറ്റ് വിരിച്ചതുപോലെയാണ് പൂക്കളിങ്ങനെ വിടർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ, ഞാൻ പുറത്ത് പോകുന്ന ദിവസങ്ങളിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ ഇവിടെ ഒരു നവംബർ ഡിസംബറോട് കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ റോഡുകളിൽ വെച്ച് പിടിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ. ഇനിയിപ്പോൾ കുറച്ച് മന്ത്സ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും. അതിന് ശേഷം നമ്മൾ നമ്മുടെ പോയ കാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷം നമ്മളിതാ ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയായി, നല്ല വിശപ്പായി. അപ്പോൾ ദുബായിൽ കരാമേൽ ചോറുകട എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. പലരും കുറേ പേര് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മൈൻഡിലേക്ക് കരാമേൽ വരുമ്പോഴത്തേനും ഇവിടെ കയറണം എന്നുള്ള ഒരു ഇത് എൻ്റെ മൈൻഡിലേക്ക് വന്നില്ല. എന്താണേലും ഇന്ന് കരാമേലെ ചോറുകടയിൽ കയറിയിട്ട് നാടൻ ചോറും കറിയും കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കയറിയ പാടെ തന്നെ അവർ തന്നത് നല്ല ചൂട് വെള്ളം. പുറത്തൊക്കെ അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പോൾ ഒരു ഗ്ലാസ് ചൂട് വെള്ളം, പിന്നെ സംഭാരം, ഒരു മൺ ഗ്ലാസ്സിൽ നല്ല സ്പെഷ്യലായിട്ട് അടിപൊളി സംഭാരം തന്നു. ഇപ്പം തണുപ്പായതുകൊണ്ട് തന്നെ സംഭാരത്തിന് അത്ര വലിയ ആവശ്യമില്ലായിരുന്നു, എങ്കിലും ഒരു നാടൻ ചോറും കറിയുമാണോ, അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് സംഭാരം. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു സ്റ്റീൽ ബൗളിൽ സേമിയ പായസം. പിന്നെ കാര്യമായിട്ട് തന്നെ ഒരു ബൗളിൽ കുറച്ച് പപ്പടം തന്നിട്ടുണ്ട്. പിന്നെ നമ്മളോട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേനും അവിടെ എല്ലാം ഉണ്ട്. നെയ്ച്ചോറുണ്ട്, ബിരിയാണി ഉണ്ട്, ചട്ടിച്ചോറുണ്ട്, പൊതിച്ചോറുണ്ട്, പിന്നെ മീൽസ് ഉണ്ട്. പിന്നെ വേറൊരു സ്പെഷ്യൽ ഐറ്റം അവർ പറഞ്ഞു, വീട്ടിലെ ഊണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീട്ടിലെ ഊണിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്
എന്താ ചെമ്മീൻ ചമ്മന്തിപ്പൊടി, അതുപോലെ തന്നെ വറ്റൽമുളക് ചമ്മന്തി, പിന്നെ എന്താ ഉണക്കമീൻ പൊരിച്ചത്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒരു തനി നാടൻ വീട്ടിലെ ഊണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഓക്കെ, അപ്പം നോ ഡൗട്ട് അത് തന്നെ പോരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് വീട്ടിലെ ഊണാണ്. കാരണം ബാക്കി ബാക്കിയുള്ള ഐറ്റംസ് ചട്ടിച്ചോറാണേലും പൊതിച്ചോറാണേലും മീൽസ് ആണേലും ബിരിയാണി ആണേലും ഗീ റൈസ് ആണേലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അവർ പറഞ്ഞ ഐറ്റംസൊക്കെ കേട്ടപ്പോഴത്തേനും ഒരു വെറൈറ്റി തോന്നി. അപ്പോൾ ഇത് കഴിക്കാത്ത ഒരു ഐറ്റം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ഉണ്ടായിരുന്നത് ഒരു മത്തി പൊരിച്ചത്, മുട്ട ചിക്കി പൊരിച്ചത്, അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ മെഴുക്ക് പുരട്ടി, ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി, പിന്നെന്താ വറ്റൽമുളക് ചമ്മന്തി, അതുപോലെ തന്നെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി, അങ്ങനെ ഉപ്പിലിട്ട നെല്ലിക്ക, കേട്, ഉണക്കമീൻ പൊരിച്ചത്, അങ്ങനെ ഒരു രക്ഷയില്ലാത്ത നല്ല ചൂട് ചോറും കറികളും. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോകുമ്പോഴത്തേനും വീട്ടിലെ ഊണ് മീൽസ് എന്നൊക്കെ കോമൺ ആയിട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ വീട്ടിലെ ഊണെന്ന് പറയുമ്പോഴത്തേനും സാധാരണ ഊണ് തരാറുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു അടിപൊളി വീട്ടിലെ ഊണായിരുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു വറ്റൽമുളക് ചമ്മന്തി ആണെങ്കിലും നമ്മൾ വീട്ടിലരിക്കുന്നത് പോലെ തന്നെ ആ ഒരു ചെമ്മീൻ ചമ്മന്തി ആണെങ്കിലും അതുപോലെ തന്നെ ഉണക്കമീൻ പൊരിച്ചത്, പിന്നെ ആ മുട്ട ചിക്കിയത് പോലും ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആർഭാടമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് കുറച്ച് സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് ചിക്കി പൊരിച്ചാണ്. പക്ഷേ ഇതിൽ എല്ലാത്തിനും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ അതേ ടേസ്റ്റായിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് ഞാൻ കുക്ക് ചെയ്ത് എൻ്റെ വീട്ടിൽ ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ സെയിം രുചിയായിരുന്നു. പിന്നെ നല്ല അടിപൊളി നാടൻ നെല്ലിക്ക ഉപ്പിലിട്ടത്. പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ മത്തി ഉണ്ടല്ലോ, സാധാരണ ഞാൻ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മത്തി ഡീപ്പ് ഫ്രൈ ആണ് കഴിക്കാറ്. ഇവിടെ അത്ര ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്. പക്ഷേ അതും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കൊരു ഒരു വേറെ ഒരു സ്മെല്ലോ ഫ്ലേവറോ ഒന്നും തോന്നിയില്ല. അടിപൊളിയായിരുന്നു. അപ്പം ഇനിയിപ്പം ഒന്ന് എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്, ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ കയറിയതാണ്. നല്ലതാണോ മോശമാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. എന്താണേലും നോ ഡൗട്ട് ഇനിയിപ്പോൾ ഇടയ്ക്ക് കരാമയിൽ പോകുമ്പോഴത്തേനും ചോറുകടയിലെ ലഞ്ചെന്ന് പറയുന്നത് അടിപൊളിയാണ്. വൈകുന്നേരം ഇവിടെ ഈ റെസ്റ്റോറൻറ്റിലുള്ളത് എന്നെനിക്കറിയത്തില്ല. ഉച്ചയ്ക്ക് എല്ലാ വിധത്തിലുള്ള എല്ലാ ടൈപ്പ് ചോറും കറികളും ഇവിടെ കിട്ടും. പിന്നെ ഭയങ്കരമായിട്ട് കുറേ ദിവസമായിട്ട് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടാക്കാനായിട്ട് മടിയായിട്ട് സൈഡാക്കി വെച്ചിരിക്കുകയായിരുന്നു ചെറുപയർ മെഴുക്കുവരട്ടി എന്ന് പറയുന്നത്. അപ്പം അതും രക്ഷയില്ല. അത് രണ്ടാമതൊരു ബൗളിലൊക്കെ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചു. ഭയങ്കര ടേസ്റ്റായിട്ട് ആ ചെറുപയറും മെഴുക്ക് പുരട്ടിയും ആ കട്ടത്തൈരും അതുപോലെ തന്നെ ആ ചെമ്മീൻ ചമ്മന്തിയും അതുപോലെ തന്നെ ആ വറ്റൽമുളക് ചമ്മന്തിയും എല്ലാം കൂടെ ചേർത്തിട്ട് ആ ഉണക്കമീനും എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അസാധ്യ ടേസ്റ്റ്. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ഇത്രയും ശരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എവിടെ ലഞ്ച് കഴിക്കാൻ പോയാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞിട്ടുള്ള ഒരു ലഞ്ച്, ഒരു ഉച്ച ഊണായിരുന്നു. പിന്നെ മുട്ടച്ചിക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ടാമത് വീണ്ടും വരുത്തി കഴിക്കുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും പുകഴ്ത്തുന്നത്. അപ്പം പലരും പറഞ്ഞു ചോറുകടയിലെ ലഞ്ച് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ സെൽഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വലിയ മന്തി, ബിരിയാണി, ഗീ റൈസ്, ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളവർ ഇവിടെ അധികം പോവണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തനി നാടൻ എന്ന് പറഞ്ഞാൽ തനി നാടൻ ചോറും കറിയും ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു സ്പോട്ടാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം നല്ല ഉണക്കമീനും നല്ല ചമ്മന്തിയും അതുപോലെ തന്നെ നല്ല മത്തി പൊരിച്ചതും ഒക്കെ കൂട്ടി ഒരു പാവം. പിന്നെ ഒഴിക്കാനായിട്ട് ഒഴിച്ചുകറികളായിട്ട് സൈഡിൽ മോര് കാച്ചിയതും അതുപോലെ തന്നെ സാമ്പാർ, മീൻകറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊന്നും ലാസ്റ്റ് കുറച്ച് മോര് കാച്ചിയതും പപ്പടമൊക്കെ ഉണക്കമീനൊക്കെ ചേർത്ത് കഴിച്ചു. പക്ഷേ ആ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഒഴിച്ചുകഴിയുടെ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. കാരണം ബാക്കി ഉള്ള ഐറ്റംസിൽ മുഴുകി അത്രത്തോളം ആസ്വദിച്ച് ഞാൻ കഴിക്കുമായിരുന്നു. പിന്നെ ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ ഊണൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ സാറായ്ക്ക് ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബ്ലൂബെറി ഫ്ലേവർ ഐസ്ക്രീം മോൾക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതും കഴിച്ച് അവൾ നടക്കുകയാണ്.
പിന്നെ ഒരു ബീഫ് റോസ്റ്റ് നമ്മൾ വാങ്ങിച്ചിരുന്നു. അത് നമുക്ക് ഒരു പെപ്പർ ഡ്രൈ ഫ്രൈ ബീഫ് റോസ്റ്റ് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല, അത് കഴിച്ചില്ല, പാഴ്സൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ വീട്ടിലെത്തി. നമ്മൾ രാവിലെ ഒരു 10-10:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. തിരിച്ചെത്തിയപ്പോൾ ഒരു 4-4:30 മണിയായി. നമ്മുടെ ഊണും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിട്ട് കുറച്ച് ടയേർഡായിട്ട് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അതാ വന്ന പാടെയല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ കുറച്ച് ടയേർഡായിട്ടാണ് വീട്ടിൽ വന്ന് എത്തിയത്. അപ്പോൾ ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റു. ഒരു കുഞ്ഞുറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് വിശന്നു. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ്, 2 ഞാലിപ്പൂവൻ പഴം, പിന്നെ കുറച്ച് സ്ട്രോബെറി, പിന്നെ കുറച്ച് മൂസമ്പി, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ വൈകുന്നേരം കഴിച്ചു. വൈകുന്നേരം ഒരുപാട് വിശപ്പൊന്നും ഇല്ലായിരുന്നു, എന്നാൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നീട് ഡിന്നർ എന്ന് പറയുമ്പോഴത്തേനും വളരെ സ്പെഷ്യലാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ രാത്രിത്തേന് പുട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളയപ്പം ഉണ്ട്, നമുക്ക് വേണ്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് എന്തൊക്കെയോ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് രാത്രി ആയപ്പോഴത്തേനെ മത്തങ്ങ വൻപയർ എരിശ്ശേരി കഴിക്കാനായിട്ട് തോന്നി. മത്തങ്ങ വൻപയർ എരിശ്ശേരി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മത്തങ്ങ വൻപയർ എരിശ്ശേരി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സദ്യയിലെ ഒരു പ്രധാന സംഭവമാണ്. പക്ഷേ ഞാൻ മത്തങ്ങ പയർ എരിശ്ശേരി എന്ന് പറയുന്നത് കഴിക്കുന്നത് ഇത് ഉണ്ടാക്കിയിട്ട് വലിയൊരു ബൗളിൽ ഒരുപാട് വെറുതെ കോരി കഴിക്കും. എനിക്ക് ചോറിന് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എങ്കിലും അത് ഉണ്ടാക്കിയ പാടെ ഒരു ചൂടോട് കൂടിയിട്ട് ബൗളിൽ ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ ഞാൻ സോക്ക് ചെയ്തിരുന്ന വൻപയറും അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത മത്തങ്ങയൊക്കെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേവിച്ചെടുത്തു. ഇനി അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തു, അതിലേക്ക് 1-2 വെളുത്തുള്ളി, പിന്നെ 4-5 കൊച്ചുള്ളി, പിന്നെ പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ എരിശ്ശേരിയിൽ വേറെ പ്രത്യേകിച്ച് എരിവൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് ചെറുജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പാനിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ വൻപയറും അതുപോലെ തന്നെ മത്തങ്ങയും നന്നായിട്ട് വെന്ത ആ ഒരു മിക്സ്. അപ്പോൾ അതിലേക്ക് ഞാൻ നന്നായിട്ട് നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് കേട്ടോ. ഭയങ്കര ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് താളിച്ചും കൂടെ ഊറ്റിയതിന് ശേഷം അത് ഒരു ബൗളിൽ ചൂടോടെ എടുത്ത് സ്പൂണും കൊണ്ട് കോരി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ വീട്ടിൽ അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് വെച്ച് തരുന്ന ഒരു റെസിപ്പിയാണ് എരിശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എരിശ്ശേരി, അപ്പോൾ ഇതെന്ന് പറയുന്നത് അമ്മച്ചി ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ള കറികൾ രാവിലെ നമ്മുടെ വീട്ടിൽ റെഡിയാകുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇത് ഒരു ബൗളിൽ കോരി കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു വീട്ടിൽ വെച്ചിട്ട്. അമ്മച്ചി ഇത് റെഡിയാക്കുമ്പോൾ ഞാനിത് കുറേ നാൾ കൂടിയിട്ടാണ് ഈ മത്തങ്ങ എരിശ്ശേരി, കുറേ ദിവസം കൂടിയിട്ടാണ് മത്തങ്ങ എരിശ്ശേരി കുറേ നാൾ കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ തേങ്ങയുടെ അരപ്പും ഒക്കെ ചേർത്തു. അങ്ങനെ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറാനായിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടു. അതിനുശേഷം വേറെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് പൊട്ടിച്ചു. പിന്നെ ഐറ്റംസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. താളിക്കാനുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും, അങ്ങനെ ഓരോരോ ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ താളിച്ചൂറ്റുകയാണ്. ആ താളിച്ചൂറ്റലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ മത്തങ്ങ എരിശ്ശേരിയിൽ ചിലർ വേറെ കുറച്ച് കടുകിൻ്റെ കൂടെ മറ്റ് പല ഐറ്റംസൊക്കെ ഇട്ട് പൊട്ടിക്കാറുണ്ട്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് നമ്മുടെ നാടൻ കടുക് മാത്രം ഇങ്ങനെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ട് പൊട്ടിക്കുന്നതാണ് ഇഷ്ടം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് മാറ്റം വേണേൽ വരുത്താം. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇന്നലത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഒറ്റ ബൗള് മത്തങ്ങ എരിശ്ശേരിയായിരുന്നു. ഞാൻ വേറെ ഒന്നും കഴിച്ചില്ല. മത്തങ്ങ എരിശ്ശേരിയായിരുന്നു എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത്. ഇത് വെളിച്ചെണ്ണയ്ക്കകത്ത് താളിച്ചും കൂടെ ഊറ്റി എല്ലാം കൂടെ ചേർത്ത് കുറച്ച് നേരം മിക്സ് ചെയ്ത് അങ്ങ് വെക്കുകയാണ്. ആ വെളിച്ചെണ്ണയിൽ എല്ലാം കൂടെ കിടന്നിട്ട് ഒന്ന് ടേസ്റ്റ് ഇറങ്ങട്ടെ.
ഭയങ്കര ടേസ്റ്റാണ്, എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ എരിവുണ്ട് കേട്ടോ. ആ ഒരു മധുരം മാത്രമല്ല, നമ്മൾ തേങ്ങയുടെ അരപ്പിൻ്റെ അകത്ത് ഒരു 4-5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അത്യാവശ്യം എരിവുണ്ട്. പിന്നെ വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ ചിലർ മഞ്ഞൾപ്പൊടിയുടെ കൂടെ വളരെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കും. ഞാനത് ചേർത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അമ്മച്ചി ഇങ്ങനെയാണ് വെക്കാറ്. അപ്പോൾ ആ ഒരു ടേസ്റ്റാണല്ലോ എനിക്കിഷ്ടം. അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത്. ഞാൻ ഒരു വലിയ ബൗള് മത്തങ്ങ വൻപയർ എരിശ്ശേരിയായിരുന്നു എൻ്റെ ഇന്നലത്തെ ഡിന്നർ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. ഭയങ്കര ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാരണം ആഗ്രഹിച്ച സാധനം അപ്പം തന്നെ സ്പോട്ടിൽ ഉണ്ടാക്കി അത് കഴിക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഡിന്നർ ഇതാണ്. ബാക്കി ഞാൻ ഒന്ന് ചൂടൊന്ന് ആറിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റുകയാണ്. പിറ്റേ ദിവസം ചോറിന് ലഞ്ചിന് എടുക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ ഒക്കെ ഇട്ടതുകൊണ്ട് പുറത്ത് വെക്കുന്നില്ല, ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള തനി നാടൻ ഉച്ചയൂണും അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് സാറായ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഡിന്നറാണ്. എനിക്ക് സ്പെഷ്യലായിട്ട് ഡിന്നറൊന്നും ഇന്ന് കാണിക്കാനില്ലാത്തത് കൊണ്ട് കൊച്ചിൻ്റെ ഡിന്നർ ഞാൻ ജസ്റ്റ് എടുത്തതാണ്. ഞാൻ ചെറുതായിട്ട് ഇതിൽ നിന്നും ലൈറ്റായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.